നിങ്ങൾ മ്യൂട്ട് ചെയ്യണേ, ജോയിൻ ചെയ്യുന്നവർ മ്യൂട്ട് ചെയ്യണം. ഗുഡ് മോർണിംഗ് ആൾ. വീണ മാഡം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സെഷൻ ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം നമ്മളുടെ പുതിയ ബാച്ചിലെ കുട്ടികളുമായിട്ട് ഉള്ള ഒരു ഇന്ററാക്ഷൻ ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 തവണ തുടർച്ചയായിട്ട് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായി ഇന്ത്യൻ പോലീസ് സർവീസിലേക്ക് കടന്നു വന്നിട്ടുള്ള വീണ എസ് സുധൻ മാഡമാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് സംവദിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അബ്സല്യൂട്ട് IAS അക്കാഡമിയുടെ പേരിലും ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന 100ഓളം വിദ്യാർത്ഥികളുടെ പേരിലും ഈ പരിപാടിയിലേക്ക് മാഡത്തെ സ്വാഗതം ചെയ്തുകൊള്ളു. താങ്ക് യു സോ മച്ച് സർ. വളരെ സന്തോഷമുണ്ട്. ഐ ഓൾസോ ഫീൽ ഹാപ്പി ഓൺ കമ്മിങ് ഹിയർ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമുക്ക് ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കി മാറ്റുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു, അല്ലേ മാഡം? അപ്പൊ കുട്ടികൾക്ക് മാഡത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഓരോരുത്തരായിട്ട് മാഡത്തോട് ചോദ്യം ചോദിക്കും. മാഡം നിങ്ങളോട് മറുപടി പറയുന്നതായിരിക്കും. എല്ലാവർക്കും ഓരോരുത്തർക്കും ചോദ്യം ചോദിക്കാം. കൂടുതൽ ആളുകൾ രാവിലെ എന്നോട് കുറച്ചുപേര് ചോദ്യം ചോദിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അവർക്കും ചോദിക്കാം. നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ ചോദിക്കാം. മാഡം 2 തവണ അടുപ്പിച്ച് IPS നേടിയ ഒരു വ്യക്തിത്വമാണ്. അടുപ്പിച്ച് 2 തവണ നേടി. അപ്പോൾ എക്സാമിനെ കുറിച്ചും പ്രിപ്പറേഷനെ കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങളോട് മാഡത്തോട് ചോദിക്കാം. ഹലോ മാഡം. ഹലോ. Good morning. First of all, congratulations for your continuous achievement. Thank you so much. I'm very happy to see you here. Thank you. മാഡം, എനിക്ക് ചോദിക്കാനുള്ളത്, കാരണം UPSC ഒരു വലിയൊരു ജേർണി ആണല്ലോ. അപ്പൊ മാഡം ഒരു എന്റെ കേസിലൊക്കെ ആണെങ്കിൽ ഒരു ഫസ്റ്റ് അച്ചീവ്മെന്റ് ഇപ്പൊ IPS ഒക്കെ ആണെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നീടും ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് കൊടുക്കാനുള്ള ഒരു ലോങ് പ്രോസസ്സിനെ എങ്ങനെയാണ് ആ ഒരു പ്രോസസ് ഇത്ര എൻജോയബിൾ ആക്കുന്നതും അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ അതിന് എങ്ങനെയാണ് ഒരു സൈക്കോളജിക്കൽ പ്രിപ്പറേഷൻ നമ്മൾ നടത്തേണ്ടത്? I think for my first attempt I got IRTS, Indian Railway Traffic Service. Appo I felt like I will write again. Then on the second attempt I got IPS and I still wrote again. So the thing is that first attempt nalla pada because
especially if you are from a technical background like BTech, because കുറെ പഠിക്കാനുണ്ട്. എന്തു പറഞ്ഞാലും there is a vast syllabus and you have to have a base knowledge to answer things. So കുറെ പഠിക്കാനുണ്ട്. പക്ഷേ for me, I feel it comparatively easy because first attempt തന്നെ എനിക്ക് full cycle ചെയ്യാൻ പറ്റി, rank ചെയ്യാൻ പറ്റി. So I knew that ഞാൻ എന്തോ ചെയ്യുന്ന തെറ്റ്, എനിക്ക് എന്തോ ഇമ്പ്രൂവ്മെന്റ് വേണ്ട. അപ്പം സെക്കൻഡ് അറ്റംപ്റ്റ് തൊട്ട് ഞാൻ അത്ര കൂടുതൽ സമയം പഠിക്കാറില്ല. ഇഫ് ദർ ഇസ് പ്രിലിംസ്, സോ ഐ സ്റ്റഡി ഓൺലി 2 months ബിഫോർ, ആൻഡ് ഫോർ മെയിൻസ് ഐ ഓൺലി സ്റ്റഡി ബിറ്റ്വീൻ പ്രിലിംസ് ആൻഡ് മെയിൻസ്, ആൻഡ് ഇന്റർവ്യൂ ഓൾസോ ജസ്റ്റ് ദ റിക്വസിറ്റ് ടൈം. അപ്പോൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഐ ആം കോൺസ്റ്റന്റ്ലി കണ്ടിന്യൂസ്ലി ഫോർ 3 years ഞാൻ അങ്ങനെ ഇരുന്നല്ല പഠിച്ചത്. പിന്നെ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ നല്ല ഐ ഡു വാട്ട് എവർ ഓൾ മൈ ഹോബീസ്. അതുകൊണ്ട് ഐ ഡോണ്ട് ഫീൽ ഇറ്റ് ഈസ് ആസ് റിപ്പിറ്റേറ്റീവ് ആൻഡ് ആസ് ബോറിംഗ്. പിന്നെ there is a thing, right? You want a particular job, and with UPSC especially, it's like you can only get whatever service you want when you are writing. There is nothing like you will get IRTS, then after few years you can shift to IPS or IAS or IFS. If you want something, this is the only time you get. So I have that motivation and that reason again to write. Okay, thank you, madam. Thank you for the giving the insight about the preparation and next question. അടുത്ത ചോദ്യം ആർക്കാ ചോദിക്കുന്നത്? മേഡത്തോട് ചോദിക്കാം. IPS ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്, നമ്മുടെ ക്ലാസ്സിലും ഉണ്ട്. അപ്പൊ അവർക്കും ചോദിക്കാം. മേഡത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്ത ചോദ്യം. മാം, IPS എത്രത്തോളം ടഫാണ്? ഇതിലേക്ക് വരുമ്പോ എനിക്ക് അറിയാനുള്ള ആഗ്രഹം അതാണ്, എത്രത്തോളം ടഫാണ് ആ പ്രൊഫഷൻ? IAS മറ്റു പ്രൊഫഷനെ വെച്ച് നോക്കുമ്പോൾ IPS എത്രത്തോളം ചാലഞ്ചിങ് ആണ്? ആക്ച്വലി ഞാൻ ഇതുവരെ ട്രെയിനിങ്ങിന് പോയില്ല. ഐ ആം സ്റ്റിൽ ഓൺ ലീവ്. പക്ഷേ ഫ്രം വാട്ട് ഐ ഹേർഡ് ആൻഡ് വാട്ട് ഐ സീൻ, ദ പോയിന്റ് ഈസ് IPS എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ്. ഐ ഫെൽറ്റ് ദിസ് വേ അ ലോട്ട്. ഭയങ്കര, എസ്പെഷ്യലി ബിക്കോസ് ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ ഉണ്ട്. പിന്നെ യു ഹാൻഡിൽ ലോട്ട് ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂസ്, സോ ഡേഞ്ചർ ടു ലൈഫ്, അങ്ങനത്തെ ഒക്കെ കുറേ വിഷയം വെച്ചിട്ട് പലർക്കും പേടിയാണ്. പക്ഷേ വാട്ട് ഐ ഫീൽ ഇസ് ദാറ്റ് it is all civil services, most of the services are very tough, especially with the field job ulla ellathinathum, because there is no working hours 24/7. You have to work. Adu collector ayalum SP ayalum, it's there. And IPS especially because nammal first you are the first respondent to any place. Endu sambhavichalum police ne aanalla ademe vilikkunne. But I think you should take it in a stride, like be excited about it. Like don't take there are two type of people with respect to IPS. ഒന്നെങ്കിൽ അവർക്ക് ഇഷ്ടമാകും, അല്ലെങ്കിൽ അവർക്ക് പേടിയാവും, അതുകൊണ്ട് എടുക്കത്തില്ല. പിന്നെ എല്ലാ സർവീസിനെ പോലെ IPS ഇഷ്ടമില്ലാത്തയും ചിലവർ കാണും. So what I have to say is that if you have any interest in it, you should take it. And if you are scared, like അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എടുക്കത്തില്ല, that you should rethink that. Just because don't be scared of anything, because എന്താണെന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല. സോ യു കാൻ ബി റിയലി സ്കേർഡ് ദാറ്റ് എനിക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രോം വാട്ട് എവർ ഐ ഹാവ് സീൻ മൈ ബാച്ച്മേറ്റ്സ് ആൻഡ് ഓൾ ഡു, when you go there, they won't make you feel alone. There will be like more than like around 120 at least എല്ലാ ബാച്ചിലും കാണാറുണ്ട്. സോ ഇത്രയും ആൾക്കാരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പം they say that you are able to do it confidently. പിന്നെ നിങ്ങളെ they will make an officer out of you by the time you are finished with training. അപ്പം in handling job also you will be, at least your mentality will be tough one. പിന്നെ you will learn. If you can crack UPSC, you can become IPS also, even if it is tough. താങ്ക് യു വെരി മച്ച്. ചില കുട്ടികളുടെ ഒരു സംശയം, പ്രിലിം പാസ്സാവാനുള്ള ഒരു നല്ലൊരു സ്ട്രാറ്റജി എന്താണെന്നുള്ള ചോദ്യം കുറച്ച് പേര് മെസ്സേജ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു 2 തവണ അടുപ്പിച്ച് എക്സാം പാസ്സായ ഒരു വ്യക്തിയാണ്. ആ നിലയിൽ പ്രിലിമിന്റെയും മെയിന്റെയും ഒരു സ്ട്രാറ്റജി ഒന്ന് പറഞ്ഞാൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. Prelims is I think ഏറ്റവും പാടുള്ളതാണ് prelims, because it is the first stage, and if you don't get prelims, then പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ whatever you are good, mains ആണോ interview ആണോ, if you are not getting prelims, is the end of the day. So what I did in my first attempt is that
ആദ്യമേ ഞാൻ ഇപ്പം ചില ആൾക്കാർ പ്രിലിംസ് മാത്രം നോക്കാറുണ്ട്. സോ ഐ ഡെന്റ് ഡു എനിത്തിങ് ലൈക്ക് ദാറ്റ്. ഐ ഹാഡ് ജോയിൻ വൺ അക്കാഡമി. അപ്പോൾ അവരുടെ വീക്കെൻഡ് ടെസ്റ്റ് ഉള്ളപ്പം ഐ യൂസ് ടു ഗോ ആൻഡ് ഗിവ്, ബട്ട് ഐ നെവർ യൂസ് ടു സ്റ്റഡി ഫോർ ദോസ് ടെസ്റ്റ്. ഐ ജസ്റ്റ് യൂസ് ടു ഗോ ഫോർ എക്സ്പീരിയൻസ്. And then I listened to other toppers, like what they had done. So I felt like majority who had become successful and got a good rank, they had prepared for prelims only for just 3 or 2 months maximum, like concentrating just on prelims. So that's what even I did. I also just concentrate on prelims 2 or 3. First attempt I did 3 months. Then second attempt onward, once you get a rank, it's very difficult to just sit and prepare for it. So I did 1.5 months of preparation for second attempt. So what you do is you take a set of test series, like at least 2 academies test series, and within the 60 days, you just completely solve those tests again and again and again. Every day, at least do one test, or if you can do 2 tests, because at the end of the day, prelims knowledge is very vast. Like especially what UPSC is asking is very tough to know. So the point is, if you know how to answer it, if you can make a guess, if you can see a question, and with the knowledge you have, if you can answer that tough question, that is the thing with prelims. So it is that educated guessing that you need to build up. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം you shouldn't generally be like, അയ്യോ ഇത് ഞാൻ പഠിച്ചിട്ടേ ഇല്ല, so I won't be able to answer. If you have this kind of mentality in prelims, then you won't get through. What you need is, if you see a question, and if it is about anything, like it could be about it could be about, like this year there was a question about elephants. Nobody knows. I think most of the people won't know that much about any elephant herding, but then certain things you will know, that which state has maximum elephants. So based on that, you should be able to eliminate it. That is what prelims basically is. And if you don't build up this educated guessing thing and your habit of doing a paper, then it will be very tough to crack prelims. Okay. Thank you. What about main strategy? Can you share main strategy also? Yeah. So everything first is your basic knowledge, basic books and basic current affairs. Other random കഴിഞ്ഞിട്ട് then I told you it's about prelims in a question paper solve ചെയ്തു. So when it comes to mains, though that is the chunk of your marks. Like mains in a നല്ല mark ഉണ്ടെങ്കിൽ there is a higher chance of you getting a good rank. So what happens in mains is that concentrate on all of these. Like you have 9 papers. So concentrate on all the papers. Like ഒരു പേപ്പറും don't leave it beside. Like okay, ഇത് ചെയ്യാൻ പറ്റും. Especially essay, ethics and optional. These 3, GS 1, 2, 3, almost everyone gets like good marks. But essay, ethics and optional, you should study really well. In this, select your optional like very carefully. Most of the people, like sometimes what happens, we just select in a very haste, and especially this thing happens like when the friends ella history eduthengi, I will also take history. Ellarum sociology edukunengi, I will also take sociology. So don't keep in that mentality. And sometimes you hear that ee optional kudal marks kittunna, adonde I will take that. So take all your interest into consideration, take marking also into consideration, since it's a competitive exam. And see that you are able to do that subject. Don't take Malayalam because you've seen toppers score good marks and you have no aptitude for it, then you take it. Then you might end up suffering. So like keep yourself at the center of your preparation. Then what? Then then you have to take about ethics and essay. And what makes difference in these things are like how well you are able to write. By the time you are cleared prelims, everybody will have this basic knowledge, and all of you would be at least at the same point. So what ultimately makes a difference is, are you able to translate whatever knowledge you have into writing your answers, and how well you are able to portray your answers, what points you are writing in it, and what examples you are giving, what drawing you are giving. Even your handwriting matters. If you have a good handwriting, it definitely makes a difference than if you have a bad handwriting. And I have personally felt like people with good handwriting have an edge. So if you have a bad handwriting, then spend some time and make it better, because I guess most of you will be writing next year only. So
Like you have 1 year and try improving it. If you're not able to improve, learn, giving more spaces, things like that are there. Then it's basically about how you write your answers and whatever knowledge you have. In mains, your knowledge will matter because unlike prelims, you have to write in this. So I think like that you can prepare for mains. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ആസ്പിറൻസിന് ചോദ്യങ്ങൾ ചോദിക്കാം, മേഡത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഗുഡ് മോർണിംഗ്. Good morning. മാം, ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഇന്റർവ്യൂ ടൈമിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ഷെയർ ചെയ്യൂ. I have given 2 interviews. First board was TC Anand sirs and second board was Bhosle sirs. I guess first time was it was okay only. They asked normal questions. Second time I think I went during Corona and last year it was July and second last day and Corona pandemic in the samayatharnu, so I had to wear shield mask. You go there, they will separately give you shield mask and gloves and sanitizer, and I had with Bhosle sir. So initially itself sir said like, okay, sir, very nice to you. They said a lot of nice things about you. Then he was like, okay, since you know this much, he randomly asked me a question from Udan scheme, because Udan has nothing to do with my what do you say, my DAF. And he was like, you answer what is Udan scheme and what is the basic thing. So I answered viability, gap funding and all. Then towards the end, he gave me an interesting question. He said, my first option is foreign service. So he was like, imagine that you have to prepare a delegation, female delegation, to go to UN. And he gave me around 12 to 13 categories. And in those 12 to 13 categories, I was supposed to pick a woman who is good in that field to represent India. So I had to take a pen and a paper, and he dictated me the categories, and I wrote it down. So all in all, my like second interview was very memorable. Giving it in pandemic, I didn't think I'll have to give a second one also. This time also it is during pandemic, and that last question, I will definitely, it was an interesting one. താങ്ക് യു. അടുത്ത ചോദ്യം മേഡത്തോട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അടുത്ത ചോദ്യം ചോദിക്കാം. ഹലോ മാം, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. മാം, ഞാൻ ഷബാനിയാണ്. എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത്, മാം ഈ CSAT അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൂടാതെ വേറെ എന്തെങ്കിലും സ്ട്രാറ്റജി മാമിന് പറഞ്ഞു തരാനുണ്ടോ ആ ഒരു കാര്യത്തിൽ? കാരണം മാത്സിൽ കുറച്ച് വീക്കാവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ടെൻഷൻ വരുന്നു. അങ്ങനെ ആർട്സ് ആണോ പഠിച്ചത്? അല്ല, സയൻസ് ഗ്രൂപ്പ് ആയിരുന്നു. എന്നാലും ഇതില് ചെയ്ത് നോക്കുമ്പോഴ് കറക്റ്റ് ഒരു ഓപ്ഷനിൽ എത്താനുള്ള ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. Actually, I'll tell you one thing. ഞാൻ ഫസ്റ്റ് ടൈം CSAT ഒന്നും കൂടുതൽ പഠിച്ചില്ലായിരുന്നു. ആൻഡ് ഫസ്റ്റ് ടൈം in 2019 it was very easy. Till 2019 CSAT used to be very easy. So ഇത് എൻ്റെ അഡ്വൈസ് ആണ് for everyone that from 2019, 2020 especially, CSAT papers have become tougher. Like even for people who are good with maths, no, അവിടെ ചെന്നിട്ട് മാത്സ് ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് നല്ല പാടായിട്ട് തോന്നി. ആൻഡ് ഞാൻ ഓൾമോസ്റ്റ് ഈവൻ 2019 എനിക്ക് CSAT കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, 2020 പറ്റിയില്ല. ഇൻഫാക്ട് ഐ തോട്ട് ദാറ്റ് ഐ വോണ്ട് ഗെറ്റ് ത്രൂ ബിക്കോസ് ഓഫ് CSAT, and a lot of people have not gone through CSAT. So what I would say is that previous year question paper you can do, പക്ഷെ അതല്ലാതെ take one more series of CSAT and do that. പിന്നെ ഫോർമുല കിട്ടുമല്ലോ, there will be some compilations about formulas. Formula എല്ലാം നല്ലോണം memorize it so that you can do it fast. Some people just depend on this paragraph also, comprehension. But just depending on comprehension, the പ്രശ്നം എന്ന് വെച്ചാൽ കോംപ്രിഹെൻഷൻ്റെ ആൻസേഴ്സ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കൂട്ടായിരിക്കത്തില്ല. ആൻഡ് സിൻസ് ലാസ്റ്റ് ഇയർ 2020 ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ CSAT has become dangerous. If you look at this time, you will find that people are preparing for CSAT because CSAT did become a deciding factor in 2020. So do another practice set of question paper from any academy till you feel comfortable.
ഇപ്പൊ എല്ലാവരും ഒരു സെറ്റേ ചെയ്യുന്നുള്ളതെന്ന് വെച്ച് യു ഡോണ്ട് ഹാവ് ടു ഫീൽ ലൈക്ക് ഞാൻ ഒരു സെറ്റേ ചെയ്യത്തുള്ളൂ. മേ ബി യു ആർ ഹാവിംഗ് മോർ ട്രബിൾ ദാൻ എവറിബഡി, സോ യു ഡു 2. ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് 2, ഓൾസോ ഡു 3 ഓൾസോ ഇഫ് യു ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ. Like you don't feel like എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, don't look at others and say like okay അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് with 1, so I will also stop at 1. If you want to feel comfortable, do 2. പിന്നെ ഫോർമുലേസും കൂടെ ഒന്ന് മെമ്മറൈസ് ചെയ്തെടുക്കുക. I guess this much preparation will do enough for CSAT. And don't worry too ഓക്കെ മാം, much. താങ്ക് യു മാം. അതുകൂടാതെ ജോബിൻ സാറിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് 26 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ടില്ലേ, അപ്പം പാരലി അതും കൂടെ നോക്കിയിട്ട് പോവാണ് ചെയ്യുന്നത്. താങ്ക് യു മാം, താങ്ക് യു. Okay. അടുത്ത ചോദ്യം ചോദിക്കാം, അടുത്തോട് ചോദ്യം ചോദിക്കാം. നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു 2 തവണ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓഫീസറാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് പാറ്റേണിൽ പാസ്സായ ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിലും ഈ ഒരു ഇന്ററാക്ഷൻ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ വളരെയധികം സഹായകരമായിരിക്കും. അടുത്ത ആൾക്ക് ചോദ്യം ചോദിക്കാം. ഹലോ മാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം, എനിക്ക് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാല് മാം കറണ്ട് ഇഷ്യൂസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്? ഏത് സോഴ്സ് ഒക്കെയാണ് ഫോളോ ചെയ്തിരുന്നത്? മെയിൻസിനും പ്രിലിമിനറിക്കൊക്കെ ആയിട്ട് എങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നോ, അതോ എങ്ങനെയായിരുന്നു അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. Current affairs, you should follow one newspaper, I feel, but there are lots of people who don't follow newspaper. അവര് ഒരു അക്കാഡമിയിലെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ they take this compilation. What I feel is that follow the normal, even if you don't make notes. ഇപ്പൊ നോട്ട്സ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. So you make it on online note or whether you are making hard copies, it's your wish. What I feel is that ഞാൻ ആദ്യമേ കുറച്ച് നോട്ട്സ് ഉണ്ടാക്കിയായിരുന്നു ഫ്രം കറണ്ട് അഫയേഴ്സ്, ആൻഡ് എനിക്കത് പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് ഐ ഫീൽ ഇസ് ദാറ്റ് റീഡ് ന്യൂസ് പേപ്പർ or any monthly compilations if you what is you are comfortable with. Newspaper, Indian Express or the Hindu കുറച്ചുകൂടെ tough ആണ്. Indian Express is a little more easier. So startingil adu vaikya, do it consistently. Don't say that you will just do it before prelims and just do that yearly compilation, because when you are writing answers or when you are doing for prelims, no, this is not like a normal university exam. Tale dosam padichathu orma irunne. This is a state of mind that you make over a year. So നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിനകത്ത് കുറേ സംഭവം കാണും, ആൻഡ് ആ ഒരു സംഭവം വരുന്നത് നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ എഴുതാൻ പറ്റത്തുള്ളൂ. So whatever you are studying over the 1 year, no, it will at the end of the day make a difference on your paper. So do that, do newspapers, making notes at your own discretion, or do monthly compilations. And towards the end, what I do is I go like what majority of people writing exam do is they look for this one yearly compilation comes, Vision IAS, PT 365 and Main 365, or any other academies, yearly compilation will come for mains and prelims. So at the end, when these compilations come out, that is what I look for at current affairs. And yeah, that's all I do for current affairs. Thank you, ma'am. അടുത്തൊരാൾക്ക് ചോദിക്കാം, അടുത്തൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്കൊരു അവസരമാണ്, പിന്നീട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പരമാവധി നിങ്ങളുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അടുത്തൊരു ചോദ്യം. ഹലോ മാം, ഒരു ഡൗട്ട് കൂടെ ചോദിക്കാനുണ്ട് മാം. കൂടുതലായിട്ടും ഈ ഇന്റർവ്യൂവിന് നമ്മുടെ ഹോബീസ് ചോദിക്കുമല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോബീസ് എന്ന് പറയാൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും എഴുതുവാണെങ്കിൽ അതിൽ നിന്നും ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ മാമിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ഹോബീസ് ചോദിച്ചപ്പോഴും? മാമിന്റെ ഹോബീസിനെ കുറിച്ചൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. Actually, hobbies in other they tell you to limit to 3. That is the standard thing. Ellathinu adoru standard procedure undu appo, and everything is widely known. So usually oru 3 to 4 limit cheyana parayunna. So I actually have a lot of hobbies, but what I do is I limit it to 3 hobbies only, because കൂടുതൽ hobby വെച്ചിട്ട് it's not going to drastically change your marks or anything like that. So now first nathu vechirna guitar, and I guess I kept singing and doodling.
Then towards my second and even now ഞാൻ doodling മാറ്റിയിട്ട് I put it as reading. So 3 of my hobbies that I select between my all hobbies and I put 3 of them, and since they are genuine hobbies, but still I need to prepare for it, because just because you are you will have to prepare for it. Like there'll be standard questions, no, even if you play guitar you'll have to know a lot more about guitarist and other string instruments just to be sure. So you will have to prepare for it. And the thing is that I have seen a lot of people. Then there are 2 other type of people. One is people who don't have any hobby. People who don't have any hobby, what they do, they either make up their hobby. Like ഒരു ഹോബിയും കാണത്തില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ സാധനത്തിൽ നിന്ന് തന്നെ they will make a hobby, അല്ലെങ്കിൽ they will just ചുമ്മാ bluff. I have heard about people bluffing about playing some very complicated instruments and all. I obviously won't recommend this. Then I had heard another thing which one of my batchmates said he did. He has no hobbies. And they asked him like, why don't you have any hobbies? So he said, sir, I don't have any hobbies. And he didn't score very bad or anything. He scored more than 170 only. This time almost 180, I guess. So then, so it is your wish, like what you are writing there, and if you have a reason for it, and if you are able to convey it to them, that is the point. Another, because like this herd mentality, because they also like see this every day, right? So just because you are putting something, it's not going to like drastically change like that. So it's whatever you are comfortable with. Thank you, ma'am. Thank you. Hello, ma'am. Hello. Ma'am, and answer writing practice in a kurchonu parayo. For answer writing, ഞാൻ ആദ്യമേ കുറെ ആൻസർ എഴുതിയായിരുന്നു, like just when I joined for preparing, but I didn't find it very fruitful because I didn't have any knowledge. So knowledge ഇല്ലാതെ ഈ ആൻസർ എഴുതിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ പിന്നെ ആ ഒരു ആൻസർ എഴുതേണ്ട എനിക്കൊരു യൂട്ടിലിറ്റി തോന്നിയില്ല. when I was writing my mains, it didn't make any difference that ഞാൻ ഒരു വർഷം മുമ്പേ എഴുതിയ ആൻസറിന്റെ ഒരു യൂട്ടിലിറ്റി എനിക്ക് തോന്നിയില്ല. What I feel for answer writing is that firstly basic knowledge ആണ്. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ there are papers are available online of toppers. So you just go and you just look at them, how they have written their answers, how they have written their essays, what this thing they have followed, like structure they have followed, and then you write answers. So look at how the answer writing structure is for the toppers, and once you write the answers, get it checked from someone. Like somebody has to tell you whether you are writing it wrong. അല്ലാതെ ചുമ്മാതെ കുറെ ആൻസർ എഴുതിയെന്ന് വെച്ചിട്ട് it probably won't make much difference, because you have to know what you are doing is correct or wrong, right? എനിക്ക് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ build your basic knowledge, and after prelims, right, you join a test series, and അപ്പോൾ നിങ്ങൾക്ക് you get at least 2.5 to 4 months between prelims and mains are always there. So our time in answer writing, majority of people are able to improve their answer writing within that period of time, because അപ്പം നമ്മുടെ സ്റ്റഡിങ്ങും നമ്മുടെ ആൻസർ റൈറ്റിംഗും എല്ലാം ഭയങ്കര ഇൻറ്റൻസീവ് ആയിരിക്കും. And another thing is you have to, again, your preparation should be centered around yourself. So if you are somebody who is bad at answer writing, you feel, so then maybe you can prepare before prelims and write some answers and get it corrected before prelims. But if you are somebody who is able to easily write answers, if like നമ്മൾ ആൻസർ എഴുതി കാണിക്കുമ്പം they might be able to tell you അച്ഛാ നല്ലോണം എഴുതിയേക്കുന്നത്, like your structure is good, you are able to convey, you are able to understand the questions and the demands properly, your handwriting is also good, you have enough knowledge, then you can relax about answer writing. But if you feel your hopeless case, like question വായിച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, things like that, then maybe you should do it before prelims. But the most effective in my case I found was after prelims writing test series. Thank you, Miss. താങ്ക് യു സോ മച്ച്. അടുത്തൊരു ചോദ്യം, അടുത്തോട്ടുള്ള ചോദ്യം ചോദിക്കുക. അടുത്ത ആരാണ് ചോദിക്കുന്നത്? നിങ്ങൾ പരമാവധി ആളുകൾ നിങ്ങളുടെ ക്യാമോഡ് ഓൺ ആക്കുകയാണ് നന്നായിരിക്കും കേട്ടോ.
മാഡത്തിനും നിങ്ങളെന്ന് കാണാനും സാധിക്കുമല്ലോ. നിങ്ങൾ ക്യാമറയും കൂടെ ഓൺ ആക്കണം. കൂടുതൽ ആളുകൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് 153 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ക്യാമറയും കൂടി ഒന്ന് ഓൺ ആക്കി. യെസ്, അടുത്ത ആൾക്ക് ചോദിക്കാം. അടുത്തൊരു ചോദ്യം ചോദിക്കാം. ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാഡത്തോട് ചോദിക്കാം. അത്രയും. സജിത. ഹലോ മാം. ഹലോ മാം, എനിക്കൊരു ഡൗട്ട് തോന്നുന്നത്, നമുക്കൊരു ഓപ്ഷൻ ലാംഗ്വേജ് വരുന്നില്ല മാം? മെയിൻസില് ഓപ്ഷൻ ലാംഗ്വേജ് വരുന്നുണ്ടല്ലോ. ലാംഗ്വേജ് നമുക്ക് ഇന്ത്യൻ ലാംഗ്വേജ് മാം ഏതാ സെലക്ട് ചെയ്തേ? I actually didn't study in Kerala and ഞാൻ പഠിച്ചത് ഹിന്ദിയാ. സോ മൈ ലാംഗ്വേജ് വാസ് ഹിന്ദി. മാം, എനിക്കും ആ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം മലയാളിയാണ് ഞാൻ, ബട്ട് ഐ എം വെരി വീക്ക് ഇൻ റൈറ്റിംഗ് മലയാളം ലാംഗ്വേജ്. സോ എത്രത്തോളം നമ്മൾ മീൻസ് മാം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല അത് സോൾവ് ചെയ്യാനായിട്ടൊക്കെ? ബിക്കോസ് ലൈക്ക് ഇറ്റ് വിൽ ഡിപ്പെൻഡ്. ഇപ്പം മലയാളിയായിട്ട് ഡിഡ് യു സ്റ്റഡി ഹിന്ദി കേന്ദ്ര വിദ്യാലയത്തിലായിരുന്നോ പഠിച്ചത് അതോ? മാം, ഞാൻ ഡിഗ്രി മീൻസ് 7th സ്റ്റാൻഡേർഡ് വരെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിരുന്നു ഞാൻ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഫുള്ള് അപ് ടു ഡിഗ്രി എന്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത് ഞാൻ. Then it is okay. So for what I feel is that ഞാൻ ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരുന്നത് ഹിന്ദി തന്നെയായിരുന്നു. സോ മൈ ഫുൾ എൻറ്റയർ ഫോക്കസ് വാസ് ഹിന്ദി ഓൺലി. ആൻഡ് റൈറ്റിങ്ങും എനിക്ക് ഹിന്ദി അറിയത്തുള്ളായിരുന്നു. പ്ലസ് മലയാളം എനിക്ക് വായിക്കാനും ചെറുതായിട്ടേ അറിയത്തുള്ളൂ. സോ വാട്ട് ഐ ഡിഡ് വാസ് പിന്നെ ഞാനും ഇതുപോലെ ഫോർ ബിടെക് ഐ കെയിം ഹിയർ. സോ ഒരു four years ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു in talking in Hindi and all. And don't take anything lightly because there are people who don't pass compulsory paper and it's very bad because compulsory paper pass ആയില്ല they don't even check your other mains answer sheets. So ഞാനൊരു ബുക്ക് ഓർഡർ ചെയ്തു, സാമാന്യ ഹിന്ദി ലൈക്ക് ദാറ്റ്. ആൻഡ് ചിലപ്പോഴൊക്കെ ഞാൻ അതിരുത്ത് അതിനകത്തുള്ള ഇത് വായിക്കാറുണ്ടായിരുന്നു. ലൈക്ക് അതിനകത്തുള്ള നിബന്ധ്, പിന്നെ കോംപ്രിഹെൻസീവ് പാസേജസ്, പിന്നെ ഫസ്റ്റ് ടൈം ഞാൻ അതിനകത്തുള്ള മുഹാവ്ര അങ്ങനത്തെ ഒക്കെ ഞാൻ വായിക്കാറുണ്ടായിരുന്നു. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ബിഫോർ എക്സാം ദർ ഇസ് എ 5 days ഗ്യാപ്പ്. സോ അതിനകത്ത് ലാസ്റ്റ് ഡേയിലെ ഒരു 5 o'clock ഈവനിങ് തൊട്ട് ഞാൻ കമ്പൾസറി ലാംഗ്വേജ് തന്നെ പഠിക്കാറുണ്ടായിരുന്നു. ലൈക്ക് I had this thing that maybe I won't be able to write it. So ഞാൻ അത് കുറച്ച് നോക്കിയായിരുന്നു. So I would suggest if you are not comfortable, you can also buy a book and previous year answer papers and do it. Okay, thank you ma'am. Thank you so much. അടുത്ത ആൾക്ക് ചോദിക്കാം. അടുത്തൊരു ചോദ്യം. Good morning, ma'am. Good morning. Ma'am, my name is Ajin. Ma'am, how is your experience in COVID and how was your like works going on? Sorry, I didn't catch the last part. മാമിന്റെ എക്സ്പീരിയൻസ് കോവിഡ് ടൈമിൽ എങ്ങനെയായിരുന്നു സർവീസ് ഒക്കെ? I told you I actually am on leave. What happened was I wrote a third time also. I like IPS and പിന്നെ ഞാൻ പറഞ്ഞില്ലേ UPSC it's like once you join you cannot change your service. So I thought I will take maximum advantage of it. അതുകൊണ്ട് ഞാൻ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തില്ല. I am on leave. I will only join in December. Thank you, ma'am. അടുത്ത ആൾക്ക് ചോദിക്കാം. അടുത്തൊരു ചോദ്യം ചോദിക്കാം. Good morning, ma'am. Good morning. Ma'am, ഇനി ഒരു അറ്റംപ്റ്റിന് കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? If I have filled the form, prelims in a form നടത്തിയിട്ടുണ്ട് because I told you like I don't feel that much pressurized or anything in writing the exam again. And since like ഒരു പ്രാവശ്യം നമ്മൾ ഇത് എഴുതി കഴിഞ്ഞാൽ ഇനി പിന്നെ once I join the service I will not take leave or write ever again. I just want to concentrate on that. And since നമ്മൾ എല്ലാവരും സർവീസ് നടക്കുമ്പോൾ നമ്മൾ ഒരു പ്രിഫറൻസ് ഓർഡർ നടക്കാറുണ്ട്. So that's why even I filled for prelims again. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ എഴുതായിരിക്കും. Okay, thank you, madam. അടുത്ത ആൾക്ക് ചോദിക്കാം. അടുത്തൊരു ചോദ്യം. മാം നമസ്കാരം, സജിത എന്നാണ് പേര്. മാം, ഞാൻ പ്രിപ്പറേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ആസ് എ ബിഗിനർ എന്നുള്ള നിലയിൽ ഡൂസ് ആൻഡ് ഡോൺസ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ?
do's is definitely read all your basic books. Basic books ആയിട്ടുള്ള Lakshmikant, modern history, economics in the whatever you are following, and whatever coaching academy notes you are taking. Do basic adellam. Memorize your syllabus. Syllabus should be, you should know what is there in your syllabus, what is there in each paper, what is each heading. Know your syllabus. Select your optional carefully, and do not neglect any part of the preparation. Don't say, I will say, don't concentrate on only one thing. Like, don't concentrate too much on your optional or too much on your GS, and cover all, like, don't leave anything behind. Like for me, in my first attempt till 2019, what used to happen was, essay kaathe eppozhum straightforward option aanu രണ്ടിനകത്തും. So I did not practice any philosophical essay. So when philosophical essay came, I had no experience in writing it. Maybe because of that, I scored like I scored very less in essay in my first attempt. So don't take any risk like this, that oh idu orikkalum vannattilla, so won't happen. If there are two types of things coming in something, study that also. And don't follow too many books. Like I have seen many people do that. Like എല്ലായിടത്തുനിന്നും കുറെ മെറ്റീരിയൽ വാങ്ങിച്ച് കളക്ട് ചെയ്യും, എന്നിട്ട് you don't read it. If you are doing one thing, do that one thing, and do that one thing repeatedly, because this is a competitive exam, and if 98% of the people are doing something, you should also do what the 90% of the people are doing, rather than trying to become the 2% of the people. Because I find that more success comes when you are doing what everybody is doing, and you're doing it diligently, and you are following the right method of preparing. Okay, thank you, ma'am. Thank you. Thank you very much. അടുത്ത ചോദ്യം ചോദിക്കാം. അടുത്തോട്ട് നിങ്ങൾക്ക് നമ്മള് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അടുത്തോട്ട് നിങ്ങൾക്ക് അടുത്ത ചോദ്യങ്ങൾ കൂടി ചോദിക്കാം. Hello, ma'am. Hello. Ma'am, how to approach NCRTs? NCRTs നമ്മൾ എങ്ങനെയാണ് ഒരു ബേസിക് എന്ന നിലയിൽ തുടങ്ങേണ്ടത്? NCRTs, what I felt is ചില NCRTs ഒന്നും വായിച്ചിട്ട് കാര്യമില്ല. ലൈക്ക് പോളിറ്റി, ലൈക്ക് അത് ചിലർ പറയും read NCRT from 6th till 12th. But what I did was, I just did history NCRTs ഞാൻ വായിച്ചു, and geography 11th and 12th NCRTs ഞാൻ വായിച്ചു. എൻ്റെ ഓപ്ഷണൽ geography ആണ്, so I didn't read from 6th. And second, third was that is the only this thing I read. What you say, NCRTs I read. Then 11th in economics ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. So with NCRT it's like that. I have noticed that some people, they spend their entire 1 year reading NCRT from 6th to 12th, and then they make notes also out of it. So I wouldn't suggest you doing that. You can read once all the NCRT, especially 6th and all, you can read if you want, but I don't feel the necessity. Like if you don't have like if you don't have geography optional, then you might feel that need to study from 6th till 12th geography, then you can do it. But if you're reading polity from 6th to 12th, when you read itself, you will come to know that okay, I have already read it in Lakshmikant, or Lakshmikant is better. So then there is no need to read from 6th till 12th. In fact, sometimes people say that questions came directly from NCRT, polity, and things like that. So don't be that this thing that scared that okay, ഞാൻ NCRT ചെയ്താലേ അത് പറ്റത്തുള്ളൂ. From my personal experience, if you confine yourself to just geography 11th and 12th, history and these two, then also you will do fine. അല്ലാതെ ബേസിക്സ് തീരെ അറിഞ്ഞുകൂടാങ്കിൽ യു ക്യാൻ റീഡ്. ബേസിക്സ് അറിയാനാണ് ബെസ്റ്റ് NCRT. ദാറ്റ്സ് വൈ പീപ്പിൾ സേ റീഡ് NCRT. അപ്പം ബേസിക്സ് നിങ്ങൾക്ക് നല്ലോണം അറിയാമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. തീരെ അറിയത്തില്ലെങ്കിൽ യു ക്യാൻ റീഡ് NCRT. താങ്ക് യു. വളരെ നല്ലൊരു സംവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി മാഡം പറഞ്ഞു തന്നു.
നിങ്ങൾക്കത് വളരെയധികം പ്രയോജനപ്രദം തന്നെയാണ്. കാരണം ഒരുപാട് പെർസ്പെക്റ്റീവ്, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ഏറ്റവും പുതിയ പാറ്റേണിൽ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇപ്പൊ ചർച്ച ചെയ്തു. മാഡം സിസാറിന്റെ കാര്യം പറഞ്ഞു, NCERT സിലബസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു സംവാദമാണ്. നിങ്ങൾക്ക് കുറച്ച് പേർ കൂടി, 1-2 പേർ കൂടി ചോദ്യം ചോദിക്കാം. നമ്മള് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ സംവാദം. ചോദിക്കാം. മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മാമിന്റെ 100 ഡേയ്സ് ലാസ്റ്റ് 100 ഡേയ്സ് സ്ട്രാറ്റജി ഒന്ന് പറയും, പ്രിലിംസിന് മുമ്പുള്ളത്. നമ്മുടെ ടൈം ടേബിൾ എങ്ങനെയായിരുന്നു മാം ഷെഡ്യൂൾ ചെയ്തിരുന്നു പറഞ്ഞുതരാം. ഇപ്പോൾ I usually avoid looking at days, 100 days left, 90 days left, because I get really, scared. You only 160 days. I usually look at 2 months left, 3 months left, for that confidence. What I did is, there is something IS Babada 60 days program, something like that is there. So first attempt I had time, so I did that. And like I said, like 60 days before the exam, I stopped like concentrating on anything other than prelims. I just do question papers, and just do that, and avasanathe ulla endengilum revise cheyum, pinne ende PT 365 aayikkum. Allada I don't bother anything about optionals or mains or anything like that. So at least 60 days before, in my second and third attempts, that's what I did. And in my first attempt, I spent around 3 months. That would be 90 days concentrating on prelims. Allada, I don't have anything like day 1 I will do this, day 2 I will. I'm very bad at making timetables. If you want, then pre-made ആയിട്ടുള്ളത് almost എല്ലാ സൈറ്റിലും ഉണ്ട്. Even academies give you, I guess. So that I follow. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഇരുന്ന് ഇത് ഒരു ദിവസം അങ്ങനെ I don't have a habit. അടുത്തൊരു ചോദ്യം കൂടി, നമുക്ക് അവസാനത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. മാഡത്തിനും വളരെ തിരക്കുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് ഇവിടെ കിടക്കാം. മോർണിംഗ് മാം. My name is Arun. ഞാൻ ചോദിക്കാനുള്ളത് മാം, കറണ്ട് അഫയേഴ്സിന്റെ സ്ട്രാറ്റജി എങ്ങനെയാണ്? ഞാനിപ്പോ കുറെ നോട്ട്സ് ഒക്കെ ഉണ്ട്, പക്ഷെ നോട്ട്സ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പം കറണ്ട് അഫയേഴ്സിന് വേറെ എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ പഠിക്കാൻ പറ്റിയ? I think ഞാൻ പറഞ്ഞില്ലേ, സിംപ്ലസ്റ്റ് ഇത് എല്ലാവരും ചെയ്യുന്നതാണ്. ആദ്യമേ വന്ന് നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും, സോ വി സ്റ്റാർട്ട് മേക്കിംഗ് നോട്ട്സ്. എനിക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള തോന്നിയത്, ഐ റീഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ഈ എവർ നോട്ട് ഓർ ദർ ഇസ് സം നോട്ട്സ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? അതിനകത്ത് നമ്മൾ വായിക്കുന്ന എല്ലാം എഴുതിയിട്ട് ഒരു കാര്യമില്ല, ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് മോസ്റ്റ് പീപ്പിൾ, ലൈക്ക് വെൻ ഐ ടോക്ക്, ഐ എം ടോക്കിംഗ് അബൌട്ട് മൈസെൽഫ് ആൻഡ് ജനറൽ and what I find the easiest. അപ്പം നമ്മളത് തിരിച്ചു നോക്കത്തില്ല. So read your newspaper, because day-to-day happenings and what is happening, that should be there at the back of your mind. It will be easier to remember. Or പിന്നെ ഞാനൊരു സ്ട്രാറ്റജി കണ്ടിട്ടുള്ള, they don't even read newspaper, they just read monthly compilations. So do either of this. You can do both of this also, but either of this will suffice, because ഇത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്യുന്ന ആൾക്കാർ are able to successfully do this. Then I would say, if you are making notes, make notes of things like some examples. I have 3 folders which I repeatedly study, that is for examples, case studies and data. If you are making notes, make for these 3, so that these you can do in put it in any of your answers. And one more notebook you can make for your diagrams. And these are the 4 things I make notes for, from current affairs and whatever I read. And I don't make notes for like, one thing I will read about education, then I will start, every point about education. I don't do like that. But if you want to make notes like that, make it very crisp. And like, if you are making like GS4 and GS3 ki vendi notes undakonu vecho, so it shouldn't be like it is 100-page big. If you can make it so concise, like for entire GS3 it is around for like for a farming agriculture and a topic, if it is for like, it should be just 2 pages, okay, so that you can read it before the exam, only the important points. That is the most effective note making that you can personally do. Alada, if you make a 365 days and you have 200-page worth of notes, it will most
probably not be effective. There are people who make it effective. I'm just saying the easiest way. And last thing is your compilation. അതിനകത്ത് മോസ്റ്റ്ലി ഈ ബേസിക് പോയിന്റ്സ് എല്ലാം കവർ ആവും. ഈ ബേസിക് പോയിന്റ്സ് നമ്മൾ എഴുതുന്ന ആൻസറിനകത്ത് അതെല്ലാം കവർ ആവും. സോ ബിക്കോസ് യു ഹവ് റെഡ് ന്യൂസ് പേപ്പർ ഫോർ സോ ലോങ് ആൻഡ് ബിക്കോസ് യു വിൽ ഓൾസോ ബി നോയിങ് ഓൾ ദ ബേസിക് പോയിന്റ്സ്, ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ റിവൈസ് ആവും. This is the basic strategy that is followed by most people. And this is what even I do. Thank you, ma'am. Thank you. Thank you very much. താങ്ക് യു വെരി മച്ച്. അപ്പോൾ കഴിഞ്ഞ ഒരു 45 മിനിറ്റ് വളരെ മികച്ച ഒരു ഇന്ററാക്ഷൻ ആണ് ഇവിടെ നടന്നത്. അബ്സല്യൂട്ട് IAS അക്കാഡമിയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയ വീണ എസ് സുധൻ മാഡത്തോടുള്ള നമ്മുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സംവാദം ഒരുപക്ഷെ നാളുകളിൽ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് കടന്നു വരുന്ന ഈ വിദ്യാർത്ഥികൾക്ക് ഓരോരുത്തർക്കും വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പോൾ അബ്സല്യൂട്ട് IAS അക്കാഡമിയുടെ പേരിലും ഇന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 150-ൽ പരം വിദ്യാർത്ഥികളുടെ പേരിലും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും മേഡത്തോട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് മേഡത്തോടുള്ള ആ ഒരു നന്ദി അറിയിക്കാം. Thank you, ma'am. Thank you so much, ma'am. Thank you, ma'am. I hope it was useful for all of you. All the Definitely. All the best. Do your best within the first attempt itself. Thank you, sir. Thank you for inviting me also. Thank you so much. Thank you, ma'am. നിങ്ങൾക്കെല്ലാം വളരെയധികം പ്രയോജനപ്രദമായ ഒരു സംവാദമാണ് ഇപ്പോൾ നടന്നത്. വീണ സുധൻ മാഡവുമായിട്ടുള്ള ഇന്ററാക്ഷൻ നിങ്ങൾക്ക് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നൽകി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ഇന്ന് മാഡത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പ്രിപ്പറേഷനിലും ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷനെ കൂടുതൽ മെച്ചപ്പെട്ട തരത്തിൽ മുൻപോട്ടേക്ക് നയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. Thank you. Thank you, sir.